ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ മൂത്രകുന്നം മുതൽ വരാപ്പുഴ വരെ നമ്മുടെ പ്രദേശത്ത് മാത്രം ഉണ്ടായി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത്. തുടക്കത്തിൽ തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളെല്ലാം ഈ കാര്യം പറഞ്ഞിരുന്നു. ഇത് ജനവാസമില്ലാത്ത വടക്കേ ഇന്ത്യയിൽ പണിയുന്നത് പോലെ ആണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേരളത്തിൽ വന്നിത് പണിയുന്നത്. പാലം ബോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവുണ്ട്. അതായത് ഇത്ര ഉയരത്തിലെ പാലം പണിയാൻ പറ്റുള്ളൂ, താഴെ ക്ലിയറൻസ് വേണമെന്ന്. ഇപ്പൊ നമ്മളൊരു PWD പാലം പണിയാൻ പോയാൽ, വേറെ ഏത് പാലം പണിയാൻ പോയാലും ഗവൺമെന്റിന്റെ ആ ഉത്തരവ് ബാധകമാണ്. കാരണം കേരളം ഒരുപാട് നദികളും അല്ലെ തോടുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ മുസിരീസ് പദ്ധതി നടപ്പാവുന്ന സ്ഥലമാണ്. ഈ പാലമൊക്കെ ഇത്ര താത്തി പണിതല്ല, അതിന്റെ അടിയിൽ കൂടി ഒരു ബോട്ട് പോവോ? മുസിരീസ് പദ്ധതിയുടെ റോഡിലൂടെയും അതുപോലെ പുഴയിലൂടെയും ഉള്ള ബോട്ട് സർവീസുമാണ് മുസിരീസ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ രണ്ടു പാലവും പൊക്കം കുറഞ്ഞിട്ടാണ് പണിയുന്നത്. അപ്പൊ നമ്മളത് ഒബ്ജക്ട് ചെയ്തു. ഈ രണ്ടു പാലവും പണി നിർത്തി വെച്ചിരിക്കുക. ഞാൻ പൊതുവായി പ്രശ്നങ്ങൾ പറഞ്ഞാണ്. അതിന്റെ കൂടെയാണ് രണ്ടാമത്, നാലാമത് 3 മീറ്റിംഗുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് കളക്ടർ നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ച് നാഷണൽ ഹൈവേ അധികൃതരുമായി സംസാരിക്കുകയുണ്ടായി. ആദ്യം ഒരു ഉറപ്പൊക്കെ നൽകിയെങ്കിലും പിന്നീട് അവരത് പാലിക്കാൻ തയ്യാറായില്ല. അപ്പൊ എന്നോട് കളക്ടർ പറഞ്ഞു, അദ്ദേഹം ഞാൻ നിങ്ങളോട് പറയാം, വളരെ താല്പര്യം ഈ കാര്യത്തിൽ, നമ്മുടെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള മറ്റു വിഷയങ്ങളിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ പറയുമ്പോഴെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യം ചെയ്തിട്ടുണ്ട്, കളക്ടർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് നല്ലത് സാധാരണ പറയാറില്ല ആരും. പക്ഷെ ഞാൻ ഈ കളക്ടറെ കുറിച്ച് നല്ലത് പറയാണ്. അത്ര താല്പര്യം. നമ്മൾ നന്നായി ജോലി ചെയ്ത ഒരാളെ കുറിച്ച് കുറ്റപ്പെടുത്തി പറയുന്നത് ശരിയാണ്. നിങ്ങൾ ഒരു വർത്തമാനത്തിൽ പോലും ആ കളക്ടറെ കുറ്റപ്പെടുത്തരുതെന്നാണ് എന്റെ അഭിപ്രായം. അത്ര താല്പര്യം. അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള പരമാവധി ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിരവധി പ്രാവശ്യം ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഇത് നമ്മുടെ പരിധിയിൽ നിൽക്കുന്നതല്ല, അതുകൊണ്ട് ഗവൺമെന്റ് ഇത് ഹൈവേ നാഷണൽ ഹൈവേ ചെയ്യണമെന്നോ. അതിന് ഞാൻ പോയി പൊതുമരാമത്ത് മന്ത്രിയെ കണ്ടു. പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു, ഇതുപോലത്തെ സമാനമായ കുറെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പം നമ്മളാണ് നിർദ്ദേശം വയ്ക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി തന്നെ മുൻകൈ എടുത്തിട്ട് നാഷണൽ ഹൈവേ അധികൃതരുമായിട്ട് ഒരു മീറ്റിംഗ് വെക്കണം. അത് ഏകദേശം 1 മാസം മുമ്പ് ഞാൻ ഇവരെ സമരസമിതിക്കാരെ അറിയിച്ചിരുന്നു. ആ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ മുൻഗണന വെച്ചുകൊണ്ട് തന്നെ ഈ ബൈപ്പാസിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നെ നടപടി ഉണ്ടായില്ല. നടപടി ഉണ്ടാകാത്തപ്പോൾ ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടു. ഇതിങ്ങനെ പല സ്ഥലത്തും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ തന്നെ 30-35 ഭാഗങ്ങളിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നമ്മളിപ്പോഴാണ് തുടങ്ങുന്നത്. ഇതുപോലുള്ള സമരങ്ങളിൽ കഴിഞ്ഞ 3-4 മാസമായി നിരന്തരമായി സമരം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതുവരെ ഇതുപോലെ ഷെഡ് കെട്ടി നിരന്തരമായി മാറാതെ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും ഒക്കെ സമരങ്ങൾ നടക്കുക. അപ്പോൾ നമ്മുടെ വിഷയത്തിനൊരു മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രി കൂടി നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ പറഞ്ഞത് എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ഇന്നലെ കൂടി ഒരു യോഗം നാഷണൽ ഹൈവേ അധികൃതരായിട്ട് വിളിച്ചിട്ടുണ്ട്. അതിന്റെ വിവരം ഇന്നലെ വൈകുന്നേരം കിട്ടിയിട്ടില്ല, ഇന്ന് അവരെ ഫോണിൽ കിട്ടിയിട്ടില്ല. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് സംസാരിച്ച് ഇന്നലത്തെ മീറ്റിംഗ് ഏറ്റവും അവസാനം 5-ാം തീയതി അല്ലേ ഇന്നലെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഈ കാര്യം അതിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളത് എഴുതി കൊടുത്തനുസരിച്ച് മുഖ്യമന്ത്രിയോടുകൂടി പറഞ്ഞനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ അധികൃതരുമായിട്ട് ഈ യോഗം കൂടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ മതിയാവും. ആ തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരമാണെങ്കിൽ സമരവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ ഇടപെടലുകളും നമ്മൾ എല്ലാ തരത്തിലും നടത്തിയിട്ടുണ്ട്.